കേരളത്തിലെ പൊതുവെയുള്ള മുസ്ലിങ്ങളിൽ നിന്നും ഭാഷാപരമായും സാംസ്കാരികമായും ഒക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് റാവുത്തർമാർ എന്നത്. ദക്ഷിണേന്ത്യൻ മേഖലകളിൽ പ്രത്യേകിച്ച് പാലക്കാടിൻ്റെയും തമിഴ്നാടിൻ്റെയും സാമൂഹിക ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനം കൂടി അടയാളപ്പെടുത്തിയിരിക്കുന്ന ജനവിഭാഗമാണ് റാവുത്തർമാർ എന്നത്. ഇന്ന് ഇവരുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കഥകളും തർക്കങ്ങളുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും തമിഴ് മണ്ണിലെ ധീരരായ പോരാളി വർഗത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ട് ഇസ്ലാമിക മൂല്യങ്ങളും ദ്രാവിഡ പാരമ്പര്യവും ഒരുപോലെ ചേർന്ന ഒരു വിഭാഗമാണ് റാവുത്തർമാർ എന്ന് പറയാം. മറ്റൊരർത്ഥത്തിൽ ദക്ഷിണേന്ത്യയുടെ ഭാഗങ്ങളിലുണ്ടായ ഒട്ടനേകം മതവിഭാഗങ്ങളിൽ ഒന്ന് മാത്രം എന്നതിലുപരി ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ സൈനിക ചരിത്രത്തിൽ കൂടി സ്വന്തമായി ഒരു ഇടം കണ്ടുപിടിച്ച സമൂഹം കൂടിയാണിവർ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ ദക്ഷിണേന്ത്യയിൽ പ്രധാനമായും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ കാണപ്പെടുന്ന റാവുത്തർ സമുദായത്തിൻ്റെ ലഭ്യമായ ചരിത്ര വസ്തുതകളെ ഉപയോഗപ്പെടുത്തിയുള്ള നിരീക്ഷണങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ റാവുത്തർ മുസ്ലിങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പല നിരീക്ഷണങ്ങൾ കാണാം. പ്രത്യേകിച്ച് പുതിയ കാലങ്ങളിൽ പുതിയ പുതിയ നിരീക്ഷണങ്ങൾ പലരും നടത്തുന്നതും കാണാം. അതിൽ പലതും സൃഷ്ടിക്കപ്പെടുന്നതുമാണ്. എന്നിരുന്നാലും നിലവിലുള്ള പല നിരീക്ഷണങ്ങളും പ്രധാനപ്പെട്ടതുമാണ്. ചരിത്ര തേടലിൻ്റെ വഴികളിൽ കൂടി തന്നെ അതിനെ നോക്കിക്കാണുക. ആധുനിക കാലത്ത് പ്രധാനമായും പാലക്കാടിൻ്റെ വഴികളിലൊക്കെ റാവുത്തർമാരെ നമുക്ക് കാണാനാവും. ഹൈദരലിയുടെയും ടിപ്പുവിൻ്റെയും ഒക്കെ കുതിരപ്പടയിൽ പ്രധാനമായും റാവുത്തർ വിഭാഗമാണ് ഉണ്ടായിരുന്നത്. പഴയ കാലത്ത് ആ സൈന്യങ്ങൾ കോയമ്പത്തൂർ, പൊള്ളാച്ചി, ഡിണ്ടിഗൽ തുടങ്ങിയ മേഖലകളിൽ ക്യാമ്പ് ചെയ്തുവെന്നും അതിൻ്റെ പിന്മുറക്കാർ കാലം മാറിയപ്പോൾ പല മേഖലകളിലായി ജീവിച്ചു എന്നുമൊക്കെയായി പൊതുവിലുള്ള കഥകളാണല്ലോ നാം കേൾക്കാറ്. എന്നാൽ റാവുത്തർ വിഭാഗത്തിൻ്റെ ചരിത്രത്തിന് പിന്നെയും ഒട്ടനവധി നൂറ്റാണ്ടുകളുടെ പഴക്കമൊക്കെയുണ്ട്. പണ്ടൊരു കാലത്ത് വ്യാപാരികളായും നാവികരായും ഒക്കെ അറിയപ്പെടുന്നതിനേക്കാൾ സൈനിക പാരമ്പര്യം അവകാശപ്പെടുന്നതായിരുന്നല്ലോ ഏറ്റവും മഹത്തരമായി കണക്കാക്കപ്പെട്ടിരുന്നത്. വളരെയധികം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തമിഴ്നാട്ടിലെ പാണ്ഡ്യരാജാക്കന്മാരുടെ സൈന്യത്തിലെ ഏറ്റവും കരുത്തരായ സൈനിക വിഭാഗമായിരുന്നു അശ്വാരൂഢർ. കുതിരയെ മെരുക്കാനും കാറ്റിലെ വേഗത്തിൽ ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറാനും പ്രത്യേക കഴിവുണ്ടായിരുന്ന ഈ വീരപടയാളികളെ ഇരവത്തൂർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. തമിഴിലെ ഇരവുത്തൂർ എന്ന പദം എന്നതിന് കുതിരപ്പടയാളി അല്ലെങ്കിൽ കാവൽ ഭടൻ എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് റാവുത്തർ എന്ന പദം ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം. തമിഴ് മുസ്ലിങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാം മതത്തിലേക്കുള്ള അവരുടെ ആദ്യകാല വരവുണ്ടാവുന്നത് പ്രധാനമായും അറബി നാടുകളിൽ നിന്നെത്തിയ കച്ചവടക്കാരുമായുള്ള സങ്കലനം, അതുപോലെ അറബ് മേഖലയിൽ നിന്നൊക്കെ എത്തിയ സൂഫി വര്യന്മാരുടെയും പണ്ഡിതരുടെയും ഇടപെടലുകൾ അല്ലെങ്കിൽ അധിനിവേശങ്ങൾ മുതലായവയിലൂടെയാണ് സംഭവിക്കുന്നത്. പ്രധാനപ്പെട്ട മുസ്ലിം വിഭാഗങ്ങളായിട്ടുള്ള കായലർമാർ, മരയ്ക്കാർമാർ എന്നിവയൊക്കെ ആ കാലത്തെ പല തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന അറബ് വ്യാപാരികളുമായി ഉണ്ടായ സങ്കലനത്തിലൂടെയാണ് രൂപപ്പെട്ടത് എന്ന് കാണാം. മലബാറിൻ്റെ പോരാട്ട ചരിത്രത്തിൽ പിന്നീട് മരയ്ക്കാർമാർ നിർണായക പങ്ക് വഹിക്കുന്നുമുണ്ടല്ലോ. എന്നാൽ പൊതുവെ റാവുത്തർമാർ എന്നത് ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് നവാബിൻ്റെയൊക്കെ സൈന്യത്തിൽ കുതിരപ്പടയാളികളായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത തമിഴ് ഹിന്ദു സമുദായങ്ങളിൽ നിന്ന് വന്നവരാണ് എന്ന് പറയാം. അതിൻ്റെ ചരിത്രത്തിന് പാണ്ഡ്യദേശത്തിൻ്റെ കഥകളുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊന്ന്, റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെ പൂർവികർ എന്നത് കുതിരകളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തവരാണ് എന്ന നിലയിലാണല്ലോ. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ കുതിരകളുടെ വ്യാപകമായ ഉപയോഗമെന്നും ഒരു കാലം വരെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. പിന്നീട് ചോളന്മാരും പാണ്ഡ്യന്മാരുമൊക്കെ അറേബ്യൻ കുതിരകളുടെ പ്രാധാന്യവും അവരുടെ ഉപയോഗവും മനസ്സിലാക്കിയതോടെ അറബ് മേഖലയിലെ വ്യാപാരത്തിൽ കുതിരക്കച്ചവടവും സൈന്യവും നിർണായകമായി മാറി. അപ്രകാരം വ്യാപാരികൾ ദക്ഷിണേന്ത്യയുടെ പല നിർണായക ഇടങ്ങളിലേക്കും വലിയ അളവിൽ കുതിരകളും വന്നെത്തി. ചോള പാണ്ഡ്യ രാജ്യങ്ങളിലേക്ക് ഇവ പ്രധാനമായും കൊണ്ടുപോവുകയുമുണ്ടായി. ഇതിനോടൊപ്പം തന്നെ ഇവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്ന ഒട്ടേറെ അറബികളും, അതായത് വ്യാപാരികളും പരിശീലകരും സൈനികരും ഒക്കെയായി എത്തുന്ന അറബികളും തമിഴ്നാട്ടിലെത്തി താമസിക്കാൻ ആരംഭിച്ചു. ഇവർ കുതിരച്ചെട്ടികൾ എന്നാണത്രേ അറിയപ്പെട്ടത്. ഇവരിൽ ചിലർ തമിഴ് സ്ത്രീകളെ വിവാഹം ചെയ്യുകയും തമിഴ് ജനതയെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു. കാലക്രമേണ അറബികളുടെ പിൻഗാമികളും തമിഴ് പരിവർത്തിതരും ചേർന്ന് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി തന്നെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം സമൂഹമായി മാറിയെന്നും അതാണ് തമിഴ്നാട്ടിലെ റാവുത്തർ എന്ന വിഭാഗമായി പരിണമിച്ചത് എന്നൊരു വാദം കാണാം.
പൊതുവിലുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് തന്നെയാണിത്. ഇതിൽ പലതും ഉൾക്കൊള്ളുകയും ചിലത് തള്ളാനും നമുക്ക് സാധിക്കും. തമിഴ്നാട്ടിൽ പ്രധാനപ്പെട്ട റാവുത്തർ മേഖലയിലുള്ളവർ ഒക്കെയും ഈ രീതിയല്ല വിശ്വസിക്കുന്നത്. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമെന്ന് മാത്രം. പകരം പഴയകാല പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്തെ കുതിരപ്പടയാളികൾ പിൽക്കാലത്ത് അറബി നാടുകളിൽ നിന്ന് വന്ന സൂഫി വര്യന്മാരുടെ സ്വാധീനത്തിൽ പോരാളികളായിരുന്ന ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന നിലയിലാണ്. കുതിരകളുമായി വന്ന അറബ് മേഖലയുമായി ഇവർ കാലങ്ങളായി അടുത്ത ബന്ധം പുലർത്തിയിരിക്കാം. മതം മാറിയെങ്കിലും അവരുടെ ഉള്ളിലെ പോരാളി വീര്യമൊന്നും മാറിയില്ല. അതുപോലെ അവരുടെ കൂടെ തനതായി ഉണ്ടായിരുന്ന ഒട്ടനവധി ആചാരങ്ങളെ അവർ കൂടെ കൂട്ടുകയും ചെയ്തു. അത്തരത്തിൽ നിലവിലുണ്ടായിരുന്ന സാംസ്കാരിക തനിമയും ഇസ്ലാമിക വിശ്വാസവും ഒത്തുചേർന്ന ഒരു സവിശേഷ സംസ്കാരം അവരിൽ രൂപപ്പെട്ടു. മധുരയിലെയും തൃച്ചിയിലെയും ഒക്കെ റാവുത്തർമാർ വിശ്വസിക്കുന്നത് തൃച്ചിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നദർ ഷാ അഥവാ നദർ വാലി എന്നൊക്കെ അറിയപ്പെടുന്ന സൂഫി വര്യൻ്റെ സ്വാധീനത്തിലാണ് തങ്ങളുടെ പൂർവികർ മതം മാറിയത് എന്നാണ്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ തമിഴ് മേഖലയിലെ യോദ്ധാക്കൾ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ മറ്റേതൊരു സേവനത്തിനേക്കാളും സൈനിക പാരമ്പര്യം പറയുന്ന സമുദായത്തിന് പദവികളും ശക്തിയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ റാവുത്തർമാർ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയും ചെയ്തു. വേറെയും സൂഫി വര്യന്മാരുടെ ചരിത്രവും നമുക്ക് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. ഹിന്ദു മേഖലയിലെ പ്രാചീന ഐതിഹ്യങ്ങളിൽ പോലും കുതിരയുമായി ബന്ധപ്പെട്ട് റാവുത്തർ എന്ന പേര് വരുന്നതായും കാണാം. ഉറുദു സംസാരിക്കുന്ന ഡക്കാനി വംശജരായ പട്ടാണികളും നവാബ് മേഖലയിൽ സമീന്ദർമാർ പദവിയിൽ ശക്തരായി നിലനിന്നപ്പോഴും നവാബിൻ്റെ അടക്കം സൈന്യത്തിലെ പ്രധാനപ്പെട്ട കുതിരപ്പടയായി ഉണ്ടായിരുന്നത് റാവുത്തർമാരായിരുന്നു. പല മുസ്ലിം വിഭാഗങ്ങളും അവരുടെ ഉത്ഭവത്തെപ്പറ്റിയും വിദേശ ബന്ധങ്ങളെപ്പറ്റിയും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പോലെ റാവുത്തർമാർ പറയാറില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും അഭിപ്രായത്തിൽ റാവുത്തർമാരുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചരിത്രം ഇല്ല എന്നും പറയാറുണ്ട്. ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങളും റാവുത്തർ എന്ന പേരിനെയും നമുക്ക് കണ്ടെത്താമെന്ന് മാത്രം. ഏതായാലും ഇവരൊക്കെ ഒരു നാൾ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടായിരുന്നവരും തമിഴരുമായിരുന്നു. ചരിത്ര വഴികളിൽ ഇവർ മതം മാറി എന്ന് മാത്രം. അതുപോലെ ഒരു ജാതിയിൽ നിന്ന് മാറിയവർ എന്നതിനും തെളിവുകൾ ഏതുമില്ല. പകരം ആ കാലത്തെ കുതിരപ്പടയാളികളും സൈനികരുമൊക്കെ പരിവർത്തനം നടത്തി എന്ന് പറയാം. നവാബിൻ്റെ ഒക്കെ ഭരണം മാറി ബ്രിട്ടീഷുകാർ വന്നതോടെ റാവുത്തർമാർ പുതിയ തൊഴിലുകൾ സ്വീകരിക്കുകയും നിലവിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് മാറുകയുമൊക്കെ ഉണ്ടായി. എല്ലാ സൈനിക മേഖലയിലും കുതിരപ്പടയിലെ നിർണായക ശക്തിയായി റാവുത്തർമാർ നിലകൊണ്ടിരുന്നു. ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനും മലബാറിലേക്ക് പട നയിച്ചപ്പോൾ അവരുടെ സൈന്യത്തിലെ ഏറ്റവും വിശ്വസ്തരായ കുതിരപ്പടയാളികൾ ഈ റാവുത്തർമാരായിരുന്നു. കോയമ്പത്തൂർ, പൊള്ളാച്ചി, ഡിണ്ടിഗൽ എന്നിവിടങ്ങളിലൊക്കെ താവളമടിച്ചിരുന്ന ഈ സൈന്യം പാലക്കാട് ചുരം കടന്ന് കേരളത്തിലേക്കും എത്തുകയുണ്ടായി. പാലക്കാട് കോട്ടയുടെ സംരക്ഷണത്തിനും മൈസൂർ സൈന്യത്തിൻ്റെ നീക്കങ്ങൾക്കും കരുത്തുപകരാൻ ഈ കുതിരപ്പടയാളികൾ കൊടുവായൂർ, തത്തമംഗലം, മുതലമട തുടങ്ങിയ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരുന്നു. യുദ്ധങ്ങൾ അവസാനിച്ചപ്പോൾ പലരും തമിഴ് മണ്ണിലേക്ക് മടങ്ങിപ്പോകാതെ കേരളക്കരയിൽ തന്നെ സ്ഥിരതാമസവുമായി. പാലക്കാട്ടെ മാപ്പിളമാരിൽ നിന്ന് വ്യത്യസ്തമായി അവർ വീട്ടിൽ തമിഴ് സംസാരിച്ചു. അവരുടെ സ്ത്രീകൾ തമിഴ് ശൈലിയിൽ സാരിയും ഉടുക്കുന്നവരാണ്. അവരുടെ ബിരിയാണിയും ഭക്ഷണ രീതികളുമൊക്കെ പ്രത്യേകിച്ച് ഇന്ന് പ്രസിദ്ധമാണല്ലോ. അവരുടെ ഭാഷാ രീതികളിലും വലിയ വ്യത്യാസങ്ങൾ കാണാം. പൊതുവിൽ മുസ്ലിങ്ങൾ ഉമ്മ എന്ന് വിളിച്ചപ്പോൾ റാവുത്തർമാർ അമ്മ എന്നാണ് വിശേഷിപ്പിക്കാറ്. ഇത്തരത്തിൽ പല പല വ്യത്യാസങ്ങളും കാണാം. ഏതായാലും യുദ്ധമില്ലാത്ത കാലത്ത് അല്ലെങ്കിൽ കാലം മാറിയപ്പോൾ കുതിരപ്പടയാളികൾ എന്ന നിലയിൽ ജോലി ഇല്ലാതായതോടെ ഇവർ കുതിരകളെ കച്ചവടത്തിനായി ഉപയോഗിക്കാൻ ആരംഭിച്ചു. തമിഴ്നാട്ടിൽ ചെന്ന് ധാന്യങ്ങളും വസ്ത്രങ്ങളും കുതിരപ്പുറത്ത് കയറ്റി അവർ പാലക്കാടൻ ചന്തകളിൽ എത്തിച്ച് കച്ചവടം നടത്തി. അതിലൂടെ അവർ മികച്ച വ്യാപാരികളായും പേരെടുത്തു. സൈനിക പാരമ്പര്യം അവകാശപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ പഴയകാല ജാതി ശ്രേണിയിൽ ഉയർന്നു നിന്നതോടെ ഹിന്ദു മേഖലയിലടക്കം എല്ലായിടത്തും കച്ചവടം നടത്താൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും അവർക്ക് അന്ന് അനുകൂലമായി മാറി. മദ്രാസ് പ്രസിഡൻസിയൊക്കെ വന്ന് പല രീതിയിൽ മാറ്റങ്ങൾ വന്നപ്പോൾ റാവുത്തർമാരെ തമിഴ് സംസാരിക്കുന്ന വിഭാഗത്തിലേക്കാണ് ഉൾപ്പെടുത്തിയത്. തമിഴ്നാടിൻ്റെ പല മേഖലകളിലും അവർ ചെയ്ത തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ അടയാളപ്പെടുത്തുന്ന മുസ്ലിം വിഭാഗങ്ങളെ നമുക്ക് കാണാനൊക്കെ ആവും. തമിഴ്നാട്ടിൽ ചിതറിക്കിടക്കുന്നുണ്ടെങ്കിലും മധുരയും കോയമ്പത്തൂരും പളനിയുമൊക്കെയായി പ്രബലമായി നിലനിൽക്കുന്ന സമുദായമാണ് റാവുത്തർമാർ എന്നത്. കേരളത്തിൽ പാലക്കാട്ടും എറണാകുളത്തുമാണ് റാവുത്തർമാർ ആദ്യം എത്തിയതായി പറയുന്നത്. എന്നാൽ പിന്നീട് എല്ലാ മേഖലകളിലേക്കും അത് വ്യാപിച്ചു. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന പല റാവുത്തർമാരും
പിള്ള എന്ന കുടുംബപ്പേര് തന്നെ സ്വീകരിക്കുകയും മാപ്പിളമാരെക്കാൾ ഉയർന്ന സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ചരിത്രം കൂടി നമുക്ക് കാണാവുന്നതാണ്. പണ്ട് കാലത്ത് ഹിന്ദു സമൂഹത്തിലെ പല ജാതികൾക്കും പ്രവേശനമില്ലാതിരുന്ന വഴികളിലൂടെ റാവുത്തർമാർക്ക് നടന്നു പോകാൻ പറ്റുമായിരുന്നത്രേ. ഇതുമായി ബന്ധപ്പെട്ട പല രീതികളും നമുക്ക് കാണാനുമാവും. ഏതായാലും സൈനിക പാരമ്പര്യം അവകാശപ്പെട്ടിരുന്ന ചരിത്രമായതുകൊണ്ടാകാം സമൂഹത്തിലെ ഉയർന്ന സ്ഥാനം അവർ നേടിയത്. ഏതായാലും കച്ചവട വഴികളിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ ഒരു ഘടകം അവർക്ക് അനുഗ്രഹമായി എന്ന് ഉറപ്പിക്കാം. കേരളത്തിലേക്കുള്ള അവരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടും പല നിരീക്ഷണങ്ങൾ കാണാം. പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്തെ അവിടെ ഉണ്ടായിരുന്ന ക്ഷാമം അല്ലെങ്കിൽ പീഡനങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രാധാന്യത്തിലെ കുറവൊക്കെയാകാം ഒരു കാരണമായി പറയുന്നത്. അതുപോലെ നവാബിൻ്റെ ഭരണകാലത്തിന് ശേഷമുണ്ടായ പരിമിതികളുമാവാം. ഏതായാലും കേരളത്തിൻ്റെ മധ്യ തെക്കൻ മേഖലകളിലേക്ക് റാവുത്തർമാരുടെ കുടിയേറ്റം പഴയ കാലത്ത് വലിയ തോതിലുണ്ടായിട്ടുണ്ട്. കച്ചവടം പ്രധാന തൊഴിലാക്കിയിരുന്ന ഇവർ നെയ്ത്ത് മേഖലയിലും ബീഡി നിർമ്മാണത്തിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാം. യാത്ര ചെയ്യാൻ ഒരു മടിയുമില്ലാതിരുന്ന ഈ വിഭാഗം പല മേഖലകളിലും സാധനങ്ങൾ വിൽക്കുന്ന ജോലി വലിയ തോതിൽ തന്നെ നടത്തുകയുണ്ടായി. കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാൽ റാവുത്തർമാർ കേരളത്തിലേക്ക് പല പല ഘട്ടങ്ങളിലായി പല കാലങ്ങളിൽ പല ദേശങ്ങളിലേക്ക് എത്തി എന്ന് പറയേണ്ടി വരും. അതിന് ചുരുങ്ങിയത് ഒരു 1000 വർഷക്കാലത്തെ ചരിത്രമെങ്കിലും കാണുകയും ചെയ്യും. AD 1100 കാലത്ത് പൂഞ്ഞാർ, പന്തളം മേഖലയിലേക്ക് പാണ്ഡ്യരാജാക്കന്മാരോടൊപ്പം എത്തിയ മുസ്ലിം സൈനികരുടെ പിൻഗാമികളാവാം ഇവരിൽ ചിലർ. അയ്യപ്പൻ ഒരു വെള്ളാള വംശജനായിരുന്നു എന്ന വിശ്വാസത്തിൽ ഈ മേഖലയിൽ റാവുത്തർമാരും വെള്ളാളരും തമ്മിലുള്ള അടുത്ത ബന്ധവും വാവർ എന്നത് ഒരു റാവുത്തർ മുസ്ലിം ആയിരുന്നു എന്നതുമൊക്കെ എടുത്തു കാണാവുന്ന നിരീക്ഷണങ്ങളാണ്. ഏതായാലും 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രേഖകളും എഡ്ഗർ തേഴ്സ്റ്റൺ പോലെയുള്ളവരും തമിഴ് മുസ്ലിം വിഭാഗങ്ങളിലെ പോരാളി വർഗമായാണ് റാവുത്തർമാരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലം മാറിയപ്പോൾ ഈ സൈനിക രീതി സാമ്പത്തികവും സാമൂഹികവുമായ കാരണത്താൽ വാണിജ്യത്തിലേക്ക് മാറി എന്നും പറയാം. ദക്ഷിണേന്ത്യയിലെ അധികാര കൈമാറ്റങ്ങളുടെയും കുടിയേറ്റങ്ങളുടെയും സങ്കീർണമായ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ റാവുത്തർമാരുടെ ചരിത്രവും വന്നുചേരും. ലബ്ബമാരുമായോ മാപ്പിളമാരുമായോ ഒക്കെ ലയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചരിത്രരേഖകളിലൊക്കെ കാണാമെങ്കിലും ബഹുസ്വര സംസ്കാരത്തിൻ്റെ അടയാളങ്ങളിലൊന്നായി റാവുത്തർ സംസ്കാരവും നിലനിൽക്കുന്നുണ്ട്. പാണ്ഡ്യഭരണകാലത്ത് ആരംഭിച്ച ആ ചരിത്ര വഴികൾ തമിഴ് തനിമയും സവിശേഷമായ ആചാരങ്ങളും ഇന്നും അടയാളപ്പെടുത്തി ആധുനിക സാമൂഹിക ക്രമത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുകൂടി പറയാം.